നമസ്കാരം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ കുരുമുളക് പൂപ്പൽ പിടിച്ചാൽ എന്ത് ചെയ്യും, പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് കുരുമുളക് അവിടെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇത് ഉണക്കം കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത് ഈർപ്പം തട്ടിയ സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഈർപ്പം തറയുന്ന ചെറുതായിട്ട് മേലേക്ക് കയറി. ഇത് ശരിക്കും റാക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഒക്കെ പൊതിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒരു ചാക്കിലിട്ടിട്ട് അങ്ങനെ റാക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കുറച്ച് ഒരു ഉയരത്ത് ഈ എന്തെങ്കിലും ഒരു തറയിൽ നിന്ന് കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് വെക്കണം, എന്നാൽ അത് പൂക്കൂല. അതുപോലെ തന്നെ പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉണക്കുമ്പോൾ ഒരു 3 ദിവസത്തെ വെയിൽ സൂപ്പറായിട്ട് കൊള്ളണം. ഇത് ഓരോ ദിവസവും ചിക്കിയിട്ട് കൊടുക്കണം, മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ചിക്കിയിട്ട്. അപ്പോഴാണിത് പൂക്കാതിരിക്കുള്ളൂ. വെയിൽ നന്നായിട്ട് കൊണ്ടാൽ പിന്നെ പൂക്കൂല. പിന്നെ എത്ര വെയിൽ കൊണ്ടാലും ഇത് ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ പൂക്കും. പിന്നെ നമ്മളെ ചണം ചാക്ക് അതിലും കെട്ടി വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് പൂത്ത് കഴിഞ്ഞാൽ ഉള്ളത് പറയാം. അപ്പോൾ അതേപോലെ ഒരു ബക്കറ്റ് എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക, സാധാരണ വെള്ളം, പച്ചവെള്ളം അതിലേക്ക് മൊത്തത്തിലിടുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പുക, ഇളക്കുക, കൈ കൊണ്ടങ്ങനെ ഒന്ന് തിരുമ്പി ഇളക്കിയിട്ട് വെയിലത്തിട്ടിട്ട് വീണ്ടും വെയിലത്തിട്ട് ഒരു 2 ദിവസം വെയിൽ കൊണ്ടാൽ ഈ പൂപ്പൽ പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പൂക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് അബദ്ധവശാൽ പറ്റിപ്പോയതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇതേപോലെ കുറേ പൊങ്ങി വരും, ഈ പതിലുകളൊക്കെ പൊങ്ങി വരും, അതൊക്കെ എടുത്ത് കളയുക. ഇനി ഈ കുരുമുളക് എങ്ങനെ ഇത് പറിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ മെതിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെട്ട ഷെയർ, ലൈക്ക്, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.